സ്നേഹമുള്ളവരെ, 2017 എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ചേച്ചിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്തവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ കുട്ടിക്ക് 3 വയസ്സ് പ്രായം. ഒരു ദിവസം ചേച്ചി ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക. മൂത്ത മകൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ കുട്ടി 3 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടി വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ചേച്ചിയുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി പുറത്ത് പോയി കുറച്ച് വിറകുമായിട്ട് അടുക്കളയിലേക്ക് കയറി വരികയാണ്. ആ വിറകുമായിട്ട് കയറി വന്നപ്പോൾ ആ വിറകിൻ്റെ ഉള്ളിൽ നിന്നൊരു പാമ്പ് പെട്ടെന്ന് എടുത്ത് ചാടുകയാണ്. ചാടി ഈ 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ചുറ്റി പിടിച്ച് പത്തി വിടർത്തി നിൽക്കുകയാണ്. ചേച്ചി അമ്മേ എന്നൊരു നിലവിളി. ആ നിലവിളി കേട്ട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂത്ത മകൻ ഓടിയെത്തുകയാണ്. അയൽപക്കത്തുള്ള ആൾക്കാർ എല്ലാവരും കൂടി ഓടിയെത്തി. പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ചേച്ചിയുടെ ബോധം വീണ്ടെടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി കാര്യങ്ങളെല്ലാം ഓർക്കുന്നത്. ചേച്ചി നടന്ന സംഭവങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. ഉടനെ തന്നെ വണ്ടി വിളിച്ച് 3 വയസ്സ് പ്രായമുള്ള ഇളയ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു. ഒബ്സർവേഷനിൽ കുറച്ച് മണിക്കൂറുകൾ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ചേച്ചി എന്നോട് പറയുകയാണ്, ദൈവം തൻ്റെ ദൂതനെ അയച്ച് എൻ്റെ കുട്ടിയെ രക്ഷിച്ചു. ചേച്ചി പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എൻ്റെ കാവൽ ദൂതനോട് പ്രാർത്ഥിക്കും. എൻ്റെ കുട്ടിയുടെ കാവൽ ദൂതനോടും പ്രാർത്ഥിക്കും ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന്. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കാവൽ മാലാഖയെ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, വിളിച്ചപേക്ഷിക്കുമായിരുന്നു. ദൈവം തൻ്റെ ദൂതനെ അയച്ച് എൻ്റെ കുട്ടിയെ രക്ഷിച്ചു. സങ്കീർത്തനം 34:7 ഇപ്രകാരം പറയുന്നു, ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ തിരിച്ചറിവ് വേണം. കാവൽമാലാഖയോട് പ്രാർത്ഥിക്കുന്നത് ഒരു കുറച്ചലല്ല. അത് വലിയവരും പ്രാർത്ഥിക്കണം, കുട്ടികളും പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്. ഒരു ബോഡി ഗാർഡാണ്, ഇൻവിസിബിൾ ബോഡി ഗാർഡ് ഓൺ ദി എർത്ത്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിട്ട് നമ്മളെ സംരക്ഷിക്കാൻ, കാത്തുപാലിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അദൃശ്യമായ ശക്തികളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ, കാവൽമാലാഖമാർ. വിശുദ്ധ എഡ്സ്റ്റൈൻ പറയുന്നു, ദൈവത്തിൻ്റെ വീക്ഷണപ്രകാരം ഒന്നും ആകസ്മികമല്ല. ഫ്രം ഗോഡ്സ് പെർസ്പെക്റ്റീവ് നത്തിങ് ഈസ് ആക്സിഡൻ്റൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിൻ്റേതായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണല്ലോ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് മാറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കാവൽമാലാഖയുടെ കരം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് ഓരോ നിമിഷവും വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.